ഹലോ എവരിവൺ, സ്ട്രാറ്റജിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ CGL എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ടുള്ള ഡാൻസേഴ്സ് ആൻഡ് അവാർഡ്സ് എന്നുള്ള ടോപ്പിക്കായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ വരാനുണ്ട്. അത് ഞാൻ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് തരും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ CGL എക്സാമിന് ഏറ്റവും ഹെൽപ്ഫുൾ ആവത്തക്ക രീതിയിലുള്ള ക്ലാസ്സാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീസെൻ്റ്ലി നടന്ന CHSL എക്സാമിന് ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അവയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സുകളുമായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കേ. ഇൻ വിച്ച് ഇയർ ഹാസ് ഇന്ത്യ ഹോസ്റ്റഡ് ഏഷ്യൻ ഗെയിംസ് ഫോർ ദ ഫസ്റ്റ് ടൈം? ഓക്കെ, അപ്പം ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയിൽ വെച്ച് നടക്കുന്നത്, ഇന്ത്യയിൽ വെച്ച് ആദ്യമായിട്ട് നടക്കുന്നത്, ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയിൽ വെച്ച് ആദ്യമായിട്ട് ഹോസ്റ്റ് ചെയ്യുന്ന വർഷം എന്നാണ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഏഷ്യൻ ഗെയിംസ് ആദ്യമായിട്ട് ഹോസ്റ്റ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ട് തന്നെയാണ്? ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെയാണ്. ഏഷ്യൻ ഗെയിംസ് ആദ്യമായിട്ട് നടക്കുന്ന വർഷം എന്നാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. എന്നാണ്? 1951 ഓക്കെ, ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് 1951 നമ്മുടെ ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി കണക്റ്റഡ് ഫാക്റ്റുകളായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നോക്കിയാലോ. 1951 ഓക്കെ, 1951 ഏഷ്യൻ ഗെയിംസിന്റെ ഫസ്റ്റ് എഡിഷൻ അത് നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ട്. ഈ 1951 കൂടാതെ 1982 ഓക്കെ, 1982 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ട്. അപ്പൊ ഇന്ത്യയിൽ വെച്ച് ഏഷ്യൻ ഗെയിംസ് നടന്നത് 2 തവണ. എന്നൊക്കെയാ? 1951 ആൻഡ് 1982. 1951 1982 നമ്മുടെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഇന്ത്യയിൽ വെച്ചിട്ട്. 1951 നടന്നത് നമുക്കറിയാം ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു അല്ലേ. സോ ഫസ്റ്റ് എഡിഷൻ. ഓക്കെ, സോ ഫസ്റ്റ് എഡിഷൻ. ഇത് കൂടാതെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 1951 1982 ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയിൽ വെച്ച് നടക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഈ 1982 നടന്ന ഏഷ്യൻ ഗെയിംസ് എത്രാമത്തെ എഡിഷൻ ആയിരുന്നു എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ 1982 നടന്ന ഏഷ്യൻ ഗെയിംസ് എത്രാമത്തെ എഡിഷൻ ആയിരുന്നു? 9th എഡിഷൻ ആയിരുന്നു. ഓക്കെ, 1982 നടന്ന ഏഷ്യൻ ഗെയിംസ് എത്രാമത്തെ എഡിഷൻ ആയിരുന്നു? 9th എഡിഷൻ ആയിരുന്നു. അപ്പൊ 1951 1982 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ട്. 1951 ഫസ്റ്റ് എഡിഷനും 1982 9th എഡിഷൻ എത്രാമത്തെ എഡിഷൻ ആയിരുന്നു ക്വസ്റ്റ്യൻ വന്നു? 9th എഡിഷൻ. ഈ 9th എഡിഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ട്. അത് ക്ലിയർ ആയ കാര്യമാണല്ലോ. ഇനി ഇന്ത്യയിൽ എവിടെ വെച്ചിട്ടാ? ന്യൂഡൽഹിയിൽ വെച്ചിട്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം അല്ലേ. ഇനി ഈ 1951 ആദ്യത്തെ എഡിഷൻ ഉണ്ടല്ലോ, 1951 ഏഷ്യൻ ഗെയിംസിന്റെ ആദ്യത്തെ എഡിഷൻ. ഈ എഡിഷനിൽ ടോട്ടൽ എത്ര രാജ്യങ്ങളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? ഓക്കെ, 1951 ഫസ്റ്റ് എഡിഷനിൽ ടോട്ടൽ എത്ര കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു? അങ്ങനെ ചോദിച്ചാൽ അതിന് ആൻസർ ടോട്ടൽ 11 കൺട്രീസ് ആണ് കേട്ടോ. 1951 ഏഷ്യൻ ഗെയിംസിൽ ടോട്ടൽ എത്ര കൺട്രീസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 11 കൺട്രീസ്. 11 രാജ്യങ്ങളാണ് 1951 ഏഷ്യൻ ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതും എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇങ്ങനെ കൂടി ഒരു ക്വസ്റ്റ്യൻ വന്നു. ഈ 1951 ഏഷ്യൻ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഈ 1951 ഏഷ്യൻ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള, അല്ലെങ്കിൽ ആ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള, അല്ലെങ്കിൽ 1951 ഏഷ്യൻ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു ഡിസിഷൻ എടുക്കുന്ന കോൺഫറൻസ് ഏത് വർഷത്തെ കോൺഫറൻസ് ആണ്? അല്ലെങ്കിൽ ഏത് വർഷത്തിലെ കോൺഫറൻസിലാണ് 1951 ഏഷ്യൻ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ അതിന് ആൻസർ 1947 കോൺഫറൻസിലാണ് കേട്ടോ. 1947 കോൺഫറൻസിൽ. ഓക്കെ, 1947 കോൺഫറൻസിലാണ് 1951 മുതൽ ഏഷ്യൻ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ഡിസിഷൻ എടുക്കുന്നത്. മറക്കാതെ ഓർത്തിരിക്കുക. ഇനി ഒന്നുകൂടി പറയുന്നു, ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയിൽ വെച്ച് നടന്നിട്ടുള്ളത് 2 തവണയാണ്. 1951 ആൻഡ് 1982. 1951 അതുപോലെ തന്നെ 1982.
ഓക്കെ, ഇനി ഈ 1951 പ്രത്യേകം നിങ്ങൾക്ക് അറിയാമോ? ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് അല്ലേ? 1951 പ്രത്യേകം എന്താ? ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട്. ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ എന്നാണ്? 1951 ഓക്കെ, ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് ഏത് വർഷമാണ്? 1951 1982 പ്രത്യേകത എന്താ? എക്സിം ബാങ്ക് അല്ലേ? എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. എക്സിം ബാങ്ക് ഫോം ചെയ്യുന്ന വർഷം 1982. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നു നബാർഡ് ഫോം ചെയ്യുന്ന വർഷം. ഓക്കെ, എക്സിം ബാങ്കും നബാർഡും ഫോം ചെയ്യുന്ന വർഷം എന്നാണ്? 1982. ഓക്കെ, അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചു വെക്കേണ്ടത്. കൺസോൾട്ടേറ്റ് ചെയ്ത് ഒന്നുകൂടി പറഞ്ഞു തരട്ടെ. ഏഷ്യൻ ഗെയിംസ് ആദ്യമായിട്ട് നടക്കുന്ന വർഷം 1951. ഏഷ്യൻ ഗെയിംസിന്റെ ഫസ്റ്റ് എഡിഷൻ അത് നടന്നത് നമ്മുടെ ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചിട്ട്. ഇന്ത്യയിൽ വെച്ച് ഇതുവരെ ഏഷ്യൻ ഗെയിംസ് 2 തവണ നടന്നു, 1951 ആൻഡ് 1982. ഓക്കെ, 1951 ആ ഒരു വർഷം പഠിച്ചത് കൊണ്ട് തന്നെ അവിടുന്ന് ഒരു കാര്യം കൂടി കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം. എന്താണ്? ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് ഏത് വർഷമാണ്? 1951. 1982 അറിയാം, ഏഷ്യൻ ഗെയിംസ് രണ്ടാമതായിട്ട് ഇന്ത്യയിൽ വെച്ച് നടന്നു, 9th എഡിഷൻ എന്നറിയാം. ദെൻ ആ വർഷത്തിന്റെ പ്രത്യേകത എന്താണ്? എക്സിം ബാങ്ക് ഫോം ചെയ്യുന്ന വർഷം എന്നാണ്, നബാർഡ് ഫോം ചെയ്ത വർഷം എന്നാണ്? 1982. 1951 ഇന്ത്യയിൽ വെച്ച് നടന്നിട്ടുള്ള ഏഷ്യൻ ഗെയിംസിൽ ടോട്ടൽ എത്ര കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു വെച്ചാൽ അതിന് ആൻസർ 11 കൺട്രീസ്. 11 രാജ്യങ്ങളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണല്ലോ. ഈ ഫാക്ടുകൾ ഒന്നും സ്കിപ്പ് ചെയ്യാതെ എല്ലാം എന്ത് ചെയ്യുക? പ്രോപ്പർലി പഠിച്ചോളുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. ലങ്കവേർ നൃത്യ അല്ലെ? ലങ്കവേർ നൃത്യ ഈസ് എ ഫോക്ക് ഡാൻസ് ഫ്രം ദ സ്റ്റേറ്റ് ഓഫ്. ഏത് സ്റ്റേറ്റിലെ ഫോക്ക് ഡാൻസ് ആണ് ലങ്കവേർ നൃത്യ? ഓക്കെ, പഠിച്ചോളുക. ലങ്കവേർ നൃത്യ ഈസ് ദ ഫോക്ക് ഡാൻസ് ഓഫ് ഉത്തരാഖണ്ഡ് കേട്ടോ. ഉത്തരാഖണ്ഡിന്റെ ഫോക്ക് ഡാൻസ് ആണ് ഇതെന്ന് പറയുന്നത് ലങ്കവേർ നൃത്യ എന്ന് പറയുന്നത്. ഓക്കെ, ഉത്തരാഖണ്ഡിന്റെ ഫോക്ക് ഡാൻസ് ആണ് ഇത് ലങ്കവേർ നൃത്യ. ഇതിന്റെ കൂടെ ഓർത്തിരിക്കുക, ഹുർക്കിയ ബൗൾ എന്ന് പറയുന്ന ഡാൻസ് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. ഓക്കെ, ഹുർക്കിയ ബൗൾ എന്ന് പറയുന്ന ഡാൻസ് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, അപ്പൊ ലങ്കവേർ നൃത്യ ഉത്തരാഖണ്ഡ്, ഹുർക്കിയ ബൗൾ എന്ന് പറയുന്ന ഡാൻസ് എവിടെയാണ്? ഉത്തരാഖണ്ഡില്. ഹുർക്കിയ ബൗള് ഉത്തരാഖണ്ഡ്. മറക്കണ്ട, ഉത്തരാഖണ്ഡിന്റെ മാർഷൽ ആർട്ട് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. ഓക്കെ, ഉത്തരാഖണ്ഡിന്റെ മാർഷൽ ആർട്ട് ഏതാണ്? ഉത്തരാഖണ്ഡിന്റെ മാർഷൽ ആർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഏതാണ്? ചോലിയാണ്. ഓക്കെ, ഉത്തരാഖണ്ഡിന്റെ മാർഷൽ ആർട്ട് ഏതാണ്? ചോലിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ലങ്കവേർ നൃത്യ ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഉത്തരാഖണ്ഡ്. ഹുർക്കിയ ബൗൾ എന്ന് പറയുന്ന ഡാൻസ് ഏത് സ്റ്റേറ്റ് ആണ്? ഉത്തരാഖണ്ഡ് ആണ്. ചോലിയ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിന്റെ മാർഷൽ ആർട്ട് ആണ്. കുറച്ച് കാര്യങ്ങൾ കൂടി എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. ചെയിൻസു എന്ന് പറയുന്ന ഫുഡ്, ഓക്കെ, ചെയിൻസു എന്ന് പറയുന്ന ഫുഡ് ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് ആൻസർ ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡിന്റെ സ്റ്റേറ്റ് ഫ്ലേവർ ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. അതിന് ആൻസർ ബ്രഹ്മകമലാണ് കേട്ടോ. ഉത്തരാഖണ്ഡിന്റെ സ്റ്റേറ്റ് ഫ്ലേവർ ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. അതിന് ആൻസർ ബ്രഹ്മകമലാണ്. ഉത്തരാഖണ്ഡിന്റെ സ്റ്റേറ്റ് ഫ്ലേവർ ഏതാണ്? ബ്രഹ്മകമൽ. എഗെയിൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഓക്കെ, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ്. ഓക്കെ, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ്. അതും എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാം. ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് ഫോം ചെയ്ത വർഷം ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഉത്തരാഖണ്ഡിന്റെ സ്റ്റേറ്റ് ഫോം ചെയ്ത വർഷം നോട്ട് ചെയ്തോളുക. 2000 എന്നാണ് 2000. സിമ്പിളി നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചോ. 2000 CUJ. ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്. ഛത്തീസ്ഗഡ് ഫോം ചെയ്യുന്നത് 2000 നവംബർ 1. ഉത്തരാഖണ്ഡ് ഫോം ചെയ്തത് 2000 നവംബർ 9. ജാർഖണ്ഡ് ഫോം ചെയ്തത് 2000 നവംബർ 15. 1915. ഓക്കെ, 2019-15 എന്ന് ഓർക്കുക. ഇല്ലെങ്കിൽ ഒരുമിച്ച് ഒരു ഇയർ ആയിട്ട് 1950
ഒരുമിച്ച് ഒരു ഇയർ ആയിട്ട് 1950 എന്ന് ഓർത്തിരുന്നാൽ മതി. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന വർഷം 1950. അങ്ങനെ വേണമെങ്കിലും ഓർത്തിരിക്കാം. അതില് നവംബർ 1 ഛത്തീസ്ഗഡ്, നവംബർ 9 ഉത്തരാഖണ്ഡ്, നവംബർ 15 ജാർഖണ്ഡ്. അപ്പൊ CUJ 2019-50 എന്ന് ഓർത്ത് വെച്ചോളുക. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് ഇത്രയും ഫാക്ടുകൾ ക്ലിയർലി പഠിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി പറയുന്നു. ലെങ്കവേർ നൃത്യ, ഓക്കെ, ലെങ്കവേർ നൃത്യ ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഏത് സ്റ്റേറ്റ് ആണ്? ലെങ്കവേർ നൃത്യ ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഉത്തരാഖണ്ഡ് ആണ്. ഓക്കെ, ലെങ്കവേർ നൃത്യ ഏത് സ്റ്റേറ്റ് ആണ്? ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡിലെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കേണ്ട ഡാൻസ് ആണ് ഏതെന്ന് പറയുന്നത് ഹുർക്കിയ ബൗൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിന്റെ മാർഷ്യൽ ആർട്ട്, ഓക്കെ, ഉത്തരാഖണ്ഡിന്റെ മാർഷ്യൽ ആർട്ട് ആണ് ഏതെന്ന് പറയുന്നത് ചോലിയ എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡിലെ ഉത്തരാഖണ്ഡിന്റെ ഫേമസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റം ആണ് ഏതെന്ന് പറയുന്നത് ചെയിൻസു എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡിലെ സ്റ്റേറ്റ് ഫ്ലവർ നോട്ട് ചെയ്തോളുക ബ്രഹ്മകമൽ. ദെൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിൽ എവിടെയാണ്? അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഡെറാഡൂണിലാണ്. ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഫോം ചെയ്ത വർഷം മറക്കാതെ ഓർക്കുക 2000-ലാണ്. 2000 CUJ 1950 കൂടി ഓർത്തു വെക്കുക. ദെൻ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു, കണക്ട് ചെയ്ത് പറഞ്ഞ് ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചോളുക. എന്തുകൊണ്ടെന്നാൽ കണക്ട് ചെയ്ത് പറയുന്ന ഫാക്ടുകളെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് എന്താവും? നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് യൂസ്ഫുൾ ആവുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഈസ് ദി ബാട്ടിയാലി ഫോക്ക് മ്യൂസിക് which is mostly sung by the fishermen associated with? അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ റീസെന്റ് എക്സാമിന്റെ ട്രെൻഡ് നോക്കുവാണെങ്കിൽ ഫോക്ക് ഡാൻസും ഫെസ്റ്റിവൽസും ഒക്കെ ചോദിക്കുന്നത് പോലെ തന്നെ ഫോക്ക് മ്യൂസിക്കുകളിൽ നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങി. ഓക്കെ, ഫോക്ക് മ്യൂസിക് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്കിന് നമ്മുടെ CGL എക്സാമിനും കുറച്ചൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ഫോക്ക് മ്യൂസിക്കിലൂടെ എന്ത് ചെയ്യണം? മാക്സിമം നോക്കി പോകണം. ഓക്കെ, അപ്പോ ഇവിടെ പറഞ്ഞത് ബാട്ടിയാലി ഫോക്ക് മ്യൂസിക് അല്ലേ? ബാട്ടിയാലി ഫോക്ക് മ്യൂസിക് അല്ലേ? ബാട്ടിയാലി ഫോക്ക് മ്യൂസിക് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ. ബാട്ടിയാലി ഫോക്ക് മ്യൂസിക് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, ബാട്ടിയാലി ഫോക്ക് മ്യൂസിക് ഏത് സ്റ്റേറ്റ് ആണ്? വെസ്റ്റ് ബംഗാളിലാണ്. ബവയ്യ, ഓക്കെ, ബാട്ടിയാലി ഫോക്ക് മ്യൂസിക് അതുപോലെ ബവയ്യ രണ്ടും എവിടെയാണ്? രണ്ടും വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ. ബാട്ടിയാലി ബവയ്യ രണ്ട് ഫോക്ക് മ്യൂസിക് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, ബാട്ടിയാലി ബവയ്യ രണ്ട് ഫോക്ക് മ്യൂസിക് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. ഏതൊക്കെയാ? ബാട്ടിയാലി ബവയ്യ രണ്ടും എവിടെയാണ്? വെസ്റ്റ് ബംഗാളില്. ഏതൊക്കെയാ? ബാട്ടിയാലിയും ബവയ്യയും രണ്ടും എവിടെയാണ്? രണ്ടും വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, ബാട്ടിയാലി ബവയ്യ രണ്ടും വെസ്റ്റ് ബംഗാളില്. ഇത് കൂടാതെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു രണ്ടെണ്ണം കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ, നോട്ട് ചെയ്തോണേ. മാണ്ട് എന്ന് പറയുന്ന ഫോക്ക് മ്യൂസിക്കും പാൻഗിഡ എന്ന് പറയുന്ന ഫോക്ക് മ്യൂസിക്കും. ഓക്കെ, മാണ്ട് എന്ന് പറയുന്ന ഫോക്ക് മ്യൂസിക്കും പാങ്കിട എന്ന് പറയുന്ന ഫോക്ക് മ്യൂസിക്കും. പേരൊക്കെ പഠിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, പക്ഷെ നമ്മൾ ക്ലിയർലി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോ മാണ്ടും അതുപോലെ പാങ്കിടയും രണ്ടും എവിടെയാണ്? രണ്ടും രാജസ്ഥാനിലാണ് കേട്ടോ. ഓക്കെ, രണ്ടും എവിടെയാണ്? രാജസ്ഥാനില്. ഓക്കെ, മാണ്ടും പാങ്കിടയും രണ്ടും എവിടെയാണ്? രാജസ്ഥാനില്. ഓക്കെ, മാണ്ടും പാങ്കിടയും രണ്ടും എവിടെയാണ്? രാജസ്ഥാനില്. അപ്പോ ബാട്ടിയാലി ബവയ്യ എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. മാണ്ട് പാങ്കിട അത് രണ്ടും എവിടെയാണ്? രണ്ടും രാജസ്ഥാനിലാണ് കേട്ടോ. ഓക്കെ, മാണ്ട് പാങ്കിട അത് രണ്ടും എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഓക്കെ, ദെൻ മാണ്ട് രാജസ്ഥാനിലാണ്. മണ്ടോവി റിവർ വെച്ച് നമുക്ക് ഓർത്തിരിക്കാം. എവിടുത്തെ ഫോക്ക് സോങ് ആണ്? ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാമിന് തന്നെ വന്നു. എവിടെയാണ്? ഗോവയിലാണ് കേട്ടോ. ഓക്കെ, അത് മണ്ടോവി റിവർ ഒക്കെ ഗോവയിലല്ലേ, അത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്ത് ഓർത്തിരിക്കാനായിട്ട് പറ്റും. സോ പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ബാട്ടിയാലിയും ബവയ്യും ആണെങ്കിൽ വെസ്റ്റ് ബംഗാള്, മാണ്ടും പാങ്കിടയും ആണെങ്കിൽ രാജസ്ഥാൻ, മാണ്ടോ ആണെങ്കിലോ ഗോവ. ഓക്കെ, അത്രയും കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. Daler Mehndi is primarily a famous singer of pop songs in which Indian language? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. ഏത് ലാംഗ്വേജ് ആണ്?
പഞ്ചാബി ലാംഗ്വേജ് ആണ് കേട്ടോ. ദലേർ മെഹന്തി ഈസ് പ്രൈമറിലി എ ഫേമസ് സിംഗർ ഓഫ് പഞ്ചാബി ലാംഗ്വേജ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടൈനിയറിംഗ് ആൻഡ് അഡ്വഞ്ചർ സ്പോർട്സ് ഈസ് ലൊക്കേറ്റഡ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടൈനിയറിംഗ് ആൻഡ് അഡ്വഞ്ചർ സ്പോർട്സ് ഈസ് ലൊക്കേറ്റഡ്. നിമാസ്. ഓക്കെ, ഇവിടെയും കറക്റ്റഡ് ഫാക്ട് ഒന്നും പഠിക്കാനില്ല, ഡയറക്ട്ലി ക്വസ്റ്റ്യൻ മാത്രം നോക്കിയിരുന്നാൽ മതിയേ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടൈനിയറിംഗ് ആൻഡ് അഡ്വഞ്ചർ സ്പോർട്സ് എവിടെയാണെന്നറിയാമോ? അത് അരുണാചൽ പ്രദേശിലാണ് കേട്ടോ. എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടൈനിയറിംഗ് ആൻഡ് അഡ്വഞ്ചർ സ്പോർട്സ് നിമാസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? അതിന് ആൻസർ എവിടെയാണ്? അരുണാചൽ പ്രദേശില്. കണക്റ്റഡ് ഫാക്ട് ഒന്നും അവിടെ എന്തില്ല, ഓർക്കാനായിട്ടില്ല. ദെൻ ഇവിടെയും ഇത് എവിടെയാണെന്നാണ് പഠിച്ചു വെക്കേണ്ടത്. നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടൈനിയറിംഗ്. ഓക്കെ, നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടൈനിയറിംഗ് എവിടെയാണെന്നറിയാമോ? നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടൈനിയറിംഗ് നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടൈനിയറിംഗ് അതെവിടെയാണ്? നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടൈനിയറിംഗ് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഉത്തരാഖണ്ഡ് ആണ്. ഓക്കെ, നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടൈനിയറിംഗ് എവിടെയാണ്? ഉത്തരാഖണ്ഡ്. ഓക്കെ, നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടൈനിയറിംഗ് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, with which folk music is based on the Mahabharata with Bhima portrayed as hero. ഓക്കെ, അപ്പോ മഹാഭാരതത്തില് ഭീമനെ എന്ത് ചെയ്യുന്നു? ഹീറോ ആക്കി പോർട്രേ ചെയ്തുകൊണ്ടുള്ള മ്യൂസിക് ഏതാണ്? ഞാൻ പറഞ്ഞില്ലേ മ്യൂസിക് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ടെന്ന്. ഏത് മ്യൂസിക്കിലാണ് ഭീമനെ ഹീറോ ആക്കി പോർട്രേ ചെയ്തേക്കുന്നത്? ഏത് മ്യൂസിക്കിലാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഞാൻ തന്നെ ക്ലാസ്സുകളിൽ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള പേരാണ് അല്ലേ. പാണ്ഡവാനി മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് കേട്ടോ. അല്ലെങ്കിൽ പാണ്ഡവാനി മ്യൂസിക്കിലാണ് നമ്മുടെ ഭീമനെ ഒരു ഹീറോ ആക്കി പോർട്രേ ചെയ്തിരിക്കുന്നത്. ഏത് മ്യൂസിക്കിലാണ്? പാണ്ഡവാനി മ്യൂസിക്. പാണ്ഡവാനി മ്യൂസിക് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അറിയാം, ഞാൻ ക്ലാസ്സുകളിലെല്ലാം പറയാറുള്ളതാണ് അല്ലെ. പാണ്ഡവാനി മ്യൂസിക് ഏത് സ്റ്റേറ്റ് ആണ്? ഛത്തീസ്ഗഡ്. പാണ്ഡവാനി മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സൺ ആണ് ഇത്? തീജൻ ബായ് കേട്ടോ. എപ്പോഴും ചോദിക്കുന്നതാണേ, തീജൻ ബായ്. ഓക്കെ, പാണ്ഡവാനി മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സൺ ആണ് ആര്? തീജൻ ബായ് എന്ന് പറയുന്നത്. ഇവിടെയും കറക്റ്റ് ഒന്നും പറയാനില്ല, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണേ. ഇൻ വിച്ച് ഇയർ ഡിഡ് ഇന്ത്യൻ ആർച്ചേഴ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഒളിമ്പിക്സ് ഫോർ ഫസ്റ്റ് ടൈം? ഇന്ത്യൻ ആർച്ചേഴ്സ് ഇന്ത്യൻ ആർച്ചേഴ്സ് ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഏത് വർഷമാണ്? ഇന്ത്യൻ ആർച്ചേഴ്സ് ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഏത് വർഷമാണ്? നല്ലൊരു ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ആർച്ചേഴ്സ് ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വർഷം ഞാൻ മുന്നത്തെ ക്ലാസ്സുകളിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് എന്നായിരുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് 1988 അല്ലേ? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് എന്ന 1988. ഓക്കെ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ് 1988. സോ ഈ 1988 തന്നെയാണ് ഇന്ത്യൻ ആർച്ചേഴ്സ് ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ഇയേഴ്സുകൾ ഞാൻ ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. ഇവിടെ ഓർത്തിരിക്കാൻ പറ്റുന്ന ഇയേഴ്സ്. ഓക്കെ, എനിക്കൊന്നും ഇതിൽ ഏതൊക്കെ വർഷങ്ങൾ ഞാൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതായിരിക്കും, എന്നാലും നോട്ട് ചെയ്തോളുക. ഒന്നുകൂടെ റിവിഷനും ആവും. ദെൻ ഇതിനകത്ത് ഇടയ്ക്ക് നിങ്ങൾ ചിലപ്പോൾ ക്ലാസ്സിൽ പറയാത്ത വർഷങ്ങൾ ഉണ്ടാവും. സോ അതുകൊണ്ട് അതിനെ ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, പഠിക്കാനായിട്ട് റെഡി ആണല്ലോ? അപ്പൊ ആദ്യത്തെ വർഷം എന്ന് പറയുന്നത് 1894. പ്രത്യേകത അറിയാമോ? 1894 ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഫോം ചെയ്യുന്നത്. 1894 ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഫോം ചെയ്തു. ഈ വർഷത്തെ ബേസ് ചെയ്ത് എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ വന്നിട്ടുണ്ട്, അതുകൂടി പറയാം. നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് കേട്ടോ. നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ്. ഓക്കെ, നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് ആരാണ് ഫോം ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ആരാന്നറിയാമോ? നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് ഫോം ചെയ്യുന്നത് മഹാത്മാഗാന്ധിയാണ് കേട്ടോ. ഓക്കെ, നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് ഫോം ചെയ്യുന്ന ആരാണ്? മഹാത്മാഗാന്ധിയാണ് കേട്ടോ.
നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് ഫോം ചെയ്യുന്ന ആരാണ്? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി ഏത് വർഷമാണ് നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് ഫോം ചെയ്യുന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് 1894. ഓക്കെ, മഹാത്മാഗാന്ധി നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് ഫോം ചെയ്യുന്നു എന്നാണ് 1894. ഓക്കെ, അപ്പൊ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഫോം ചെയ്ത വർഷം മറക്കണ്ട. എന്താ? 1894. ആഫ്റ്റർ 2 years എത്ര വന്നു? 1896 വന്നു അല്ലെ? ആഫ്റ്റർ 2 years 1896 ആദ്യത്തെ ഒളിമ്പിക് ഗെയിംസ് നടക്കുന്നു. വർഷത്തിന്റെ പ്രത്യേകത എന്താ? 1896 ആദ്യത്തെ ഒളിമ്പിക്സ് ഗെയിം നടക്കുന്നു. എവിടെ വെച്ചിട്ട്? ഗ്രീസിലെ ഏതൻസിൽ വെച്ചിട്ട്. ഓക്കെ, ആദ്യത്തെ ഒളിമ്പിക് ഗെയിംസ് നടക്കുന്നു എവിടെ വെച്ചിട്ട്? ഗ്രീസിലെ ഏതൻസിൽ വെച്ചിട്ട്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദെൻ ആഫ്റ്റർ 4 years 1900. ഓക്കെ, ഇന്ത്യ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വർഷം എന്നാണ്? 1900. ഓക്കെ, ഇന്ത്യ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വർഷം എന്നാണ്? 1900. ദെൻ അടുത്തത് ആഫ്റ്റർ 20 years 1920. ഇന്ത്യ ഒരു ടീമായിട്ട് ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വർഷം. ഓക്കെ, ഇന്ത്യ ഒരു ടീമായിട്ട് ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വർഷം എന്നാണ്? 1920. അടുത്തത് 1924ന്റെ പ്രത്യേകത. 1924ന്റെ പ്രത്യേകത എന്താ? വിന്റർ ഒളിമ്പിക്സ്. ഓക്കെ, വിന്റർ ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം 1924. ഓക്കെ, വിന്റർ ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം 1924. ആഫ്റ്റർ 3 years 1927 ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ 1927. ആഫ്റ്റർ 1 year 1928 BCCI ഫോം ചെയ്യുന്നു. ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. BCCI ഫോം ചെയ്യുന്ന വർഷം 1928. ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ കണക്ട് ചെയ്യാം. 1904 ഫിഫയും 1909 ICC. അത് രണ്ടും കൂടി ഇവിടെ ഒന്ന് കണക്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, ഈ വർഷങ്ങളെ പ്രീവിയസ് ഇയറിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുത്തതാ. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഫിൽറ്ററുകളെ ഒറ്റയടിക്കാക്കി നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കത്തക്ക രീതിയിൽ സെറ്റ് ചെയ്തേക്കുവാണ്. അപ്പോ ഒന്നുകൂടി ഞാൻ പറയുന്നു, നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു അല്ലെ? ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? നമ്മുടെ ഇന്ത്യൻ ആർച്ചേഴ്സ് നമ്മുടെ ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത വർഷം എന്നാണ് 1988. 1988ന്റെ വേറൊരു പ്രത്യേകത നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ് 1988. ദെൻ പിന്നീട് നമ്മൾ പറഞ്ഞത് 1894 അല്ലേ? ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഫോം ചെയ്ത വർഷം 1894. ഓക്കെ, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഫോം ചെയ്ത വർഷം 1894. ആഫ്റ്റർ 2 years 1896 ഗ്രീസിലെ ഏതൻസിൽ വെച്ചിട്ട് ഒളിമ്പിക് ഗെയിംസ് നടക്കുന്നു. ആഫ്റ്റർ 4 years 1900 ഇന്ത്യ ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. 1904 ഫിഫ ഫോം ചെയ്യുന്നു. 1909 ICC ഫോം ചെയ്യുന്നു. 1920 ഇന്ത്യ ഒരു ടീമായിട്ട് ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. 1924 വിന്റർ ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. 1927 ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. 1928 BCCI ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. ദെൻ ഒന്നുകൂടി പറയുന്നു, 1937 ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. 1937 ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. 1930 പ്രത്യേകത എന്താണെന്നറിയാമോ? 1930 ഫസ്റ്റ് ഫിഫ വേൾഡ് കപ്പ്. ഓക്കെ, ഫസ്റ്റ് ഫിഫ വേൾഡ് കപ്പ് എന്നാ 1930 ഈ വേൾഡ് കപ്പില് വിൻ ചെയ്യുന്ന രാജ്യം ഏതാണ്? ഉരുഗ്വയ് ആണ്. വേൾഡ് കപ്പ് എവിടെ വെച്ചിട്ടായിരുന്നു നടന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും എന്റെ ആൻസർ എന്താണ്? ഉരുഗ്വയ്. ഉരുഗ്വയിൽ വെച്ചിട്ടാണ് നടന്നത്. വിൻ ചെയ്യുന്ന രാജ്യം ഏതാണ്? ഉരുഗ്വയ് ആണ്. 1930 ഫിഫ വേൾഡ് കപ്പിന്റെ കാര്യം ഓർക്കുക. അത് കൂടാതെ 1930 ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. ഓക്കെ, 1930 ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. മാറിപ്പോണ്ട ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന വർഷം എന്നാണ്? 2010. കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന വർഷം എന്നാണ്? 2010. ഈ 2010 വീണ്ടും ഒരു ഫാക്ട് കണക്ട് ചെയ്യാം. റുപ്പേ എന്ന് പറയുന്ന സിംബലിനെ അഡോപ്റ്റ് ചെയ്ത വർഷം എന്നാണ്? 2010. ഓക്കെ, അപ്പൊ ഇത്രയും ഫാക്ടുകൾ ഈ ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്ത് ഓർത്തിരിക്കാമല്ലോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹു ഇസ് ദ ഓഥർ ഓഫ് നാട്യശാസ്ത്ര?
നാട്യശാസ്ത്രം എഴുതാറ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ആരാണ്? ഭരതമുനിയാണ് കേട്ടോ. നാട്യശാസ്ത്രം എഴുതാറാണ് ഭരതമുനി. ഓക്കെ, നാട്യശാസ്ത്രം എഴുതാറാണ് ഭരതമുനി. ദെൻ പതഞ്ജലി എഴുതിയത്, പതഞ്ജലി ഏത് ബുക്ക് എഴുതിയത്? യോഗസൂത്ര. യോഗസൂത്ര എഴുതിയത് ആരാണ്? പതഞ്ജലിയാണ്. അഷ്ടധ്യായി എന്ന് പറയുന്ന ബുക്ക് എഴുതിയത്, ഓക്കെ, അഷ്ടധ്യായി എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? പാണിനിയാണ്. അഷ്ടധ്യായി എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? പാണിനിയാണ്. അർദ്ധശാസ്ത്ര എഴുതിയത് ആരാണ്? ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് പ്രീവിയസ്. അർദ്ധശാസ്ത്ര, അർദ്ധശാസ്ത്രം എഴുതിയത് ആരാണ്? കൗടില്യ. ഓക്കെ, അർദ്ധശാസ്ത്രം എഴുതിയത് ആരാണ്? കൗടില്യ. അപ്പൊ ഇത്രയും ഇതിനെ ബേസ് ചെയ്ത് ഓർത്തിരിക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞത് നാട്യശാസ്ത്രം എഴുതാറാണ് ഭരതമുനി, യോഗസൂത്രയാണെങ്കിൽ പതഞ്ജലി, അഷ്ടധ്യായി എഴുതിയത് പാണിനി, ദെൻ അർദ്ധശാസ്ത്രം എഴുതാറാണ് കൗടില്യ. ഓക്കെ, അർദ്ധശാസ്ത്രം എഴുതാറാണ് കൗടില്യ. Again good question. The Indian festival Holi comes every year in the season of. അപ്പൊ ഇന്ത്യൻ ഫെസ്റ്റിവൽ ആയിട്ടുള്ള ഹോളി അല്ലേ? ഹോളി ഫെസ്റ്റിവലിനെ എന്തെന്ന് അറിയപ്പെടുന്നു? ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ഏതാണ്? ഹോളി ഫെസ്റ്റിവൽ ആണ്. ഹോളി ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ് ഫഗുവ കേട്ടോ. ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് എന്നറിയപ്പെടുന്നു. അതുപോലെ ഫഗുവ എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ഹോളി ഫെസ്റ്റിവൽ ആണ്. ഏത് മന്തിലാണ്? ഫൽഗുണ മന്തിൽ. ഓക്കെ, ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എന്താവും, ഒരു റിവിഷൻ കൂടി ആവും. ഓക്കെ, ഹോളി ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ് ഫഗുവ. ഏത് മന്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഫൽഗുണ മന്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല അല്ലെ. ക്വസ്റ്റ്യൻ എന്താണ്? ഏത് സീസണിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ആൻസർ സ്പ്രിംഗ് സീസണിൽ. ഓക്കെ, ഹോളി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് സീസണിലാണ്? സ്പ്രിംഗ് സീസണിലാണ്. അങ്ങനെയാണെങ്കിൽ എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടുള്ള സ്പ്രിംഗ് സീസണിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന കുറച്ച് ഫെസ്റ്റിവൽസ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. 1 സെക്കൻഡ്. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മള് സ്പ്രിംഗ് സീസണിൽ അല്ലേ, സ്പ്രിംഗ് സീസണിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് എന്ന് പറയുന്നത് ഹോളി. ഈ സ്പ്രിംഗ് സീസണിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഗുഡി പഡ്വ. ഓക്കെ, ഗുഡി പഡ്വ മഹാരാഷ്ട്രയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു അല്ലെ. മഹാരാഷ്ട്രയിൽ ഏത് സീസണില്? സ്പ്രിംഗ് സീസണിൽ. ഓക്കെ, ഗുഡി പഡ്വ മഹാരാഷ്ട്രയില് സ്പ്രിംഗ് സീസണിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഷിഗ്മോ ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റാ? ഗോവയിലാണ്. ഏത് സീസണില്? സ്പ്രിംഗ് സീസണിൽ. ഓക്കെ, അപ്പൊ ഗുഡി പഡ്വ മഹാരാഷ്ട്രയില് സ്പ്രിംഗ് സീസണില്, ഷിഗ്മോ ഫെസ്റ്റിവൽ ഗോവയില് ഏത് സീസണില്? സ്പ്രിംഗ് സീസണില്. ദെൻ അതുപോലെ തന്നെ സാർഗുൾ ഫെസ്റ്റിവൽ അല്ലേ, സാർഗുൾ ഫെസ്റ്റിവലും ബാഗദാപരവും രണ്ടും ജാർഖണ്ഡ് ആണ്. സാർഗുൾ ഫെസ്റ്റിവലും ബാഗദാപരവും, സാർഗുൾ ഫെസ്റ്റിവലും ബാഗദാപരവും രണ്ടും എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ഓക്കെ, സാർഗുൾ ഫെസ്റ്റിവലും ബാഗദാപരവും രണ്ടും ജാർഖണ്ഡ്. ഏത് സീസൺ? സ്പ്രിംഗ് സീസൺ. ആസാം അലി ഐ ലിഗാങ് ഫെസ്റ്റിവൽ. ഓക്കെ, അലി ഐ ലിഗാങ് ആണ്, ALI ആണ്, ALIAYE. അലി ഐ ലിഗാങ് ഫെസ്റ്റിവൽ എവിടെയാണ്? ആസാമില്. അതും ഏത് സീസണിലാണ്? സ്പ്രിംഗ് സീസൺ. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കൂടെ പഠിക്കണം. എക്സാമിന് പ്രീവിയസ് ഇയർ സ്പ്രിംഗ് സീസണിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ സെലക്ട് ചെയ്ത് പറഞ്ഞു തന്നേക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും ഒന്നുകൂടി പറയുന്നു. നമ്മൾ പറഞ്ഞത് ഹോളി ഫെസ്റ്റിവൽ, നമുക്കറിയാം ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ആണ് ഹോളി ഫെസ്റ്റിവൽ. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫഗുവ. ഏത് മന്തിലാണ്? ഫൽഗുണ മന്തിൽ. ഹോളി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സീസൺ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ സ്പ്രിംഗ് സീസൺ. ഏതാണ്? സ്പ്രിംഗ് സീസൺ. അങ്ങനെയാണെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അല്ലെങ്കിൽ സ്പ്രിംഗ് സീസണിനെ സെലിബ്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് ഗുഡി പഡ്വ മഹാരാഷ്ട്രയില് സ്പ്രിംഗ് സീസണിലാണ്, ഷിഗ്മോ ഫെസ്റ്റിവൽ ഗോവയില് സ്പ്രിംഗ് സീസണിൽ, സാർഗുൾ ഫെസ്റ്റിവലും ബാഗദാപരവും ജാർഖണ്ഡില് സ്പ്രിംഗ് സീസണിൽ, അലി ഐ ലിഗാങ് ഫെസ്റ്റിവൽ, ഓക്കെ, അലി ഐ ലിഗാങ് ഫെസ്റ്റിവൽ ആസാമിലും ഏത് സീസണിലാണ്? സ്പ്രിംഗ് സീസണിലാണ്. ക്ലിയർ ആയോ? ഗുഡി പഡ്വ മഹാരാഷ്ട്ര. മറക്കല്ലേ, ഇവിടുന്ന് 2 ക്വസ്റ്റ്യൻ എക്സ്ട്രാ കിട്ടുക. ഏത് സ്റ്റേറ്റ് ആണെന്ന് ക്വസ്റ്റ്യൻ വന്നാലും ഇത് പഠിച്ചാൽ കിട്ടും. ഓക്കെ, അപ്പൊ ഗുഡി പഡ്വ മഹാരാഷ്ട്ര സ്പ്രിംഗ് സീസൺ, ഷിഗ്മോ ഫെസ്റ്റിവൽ ഗോവ സ്പ്രിംഗ് സീസൺ, സാർഗുൾ ഫെസ്റ്റിവലും ബാഗദാപരവും ജാർഖണ്ഡ് സ്പ്രിംഗ് സീസൺ,
അലിയ ലിഗാങ് ഫെസ്റ്റിവൽ ആസാമിൽ ഏത് സീസണില്? സ്പ്രിംഗ് സീസണിൽ. ഓക്കെ, അടുത്തത് ഞാൻ പറഞ്ഞില്ലേ ഫോക്ക് സോങ്സ് എക്സാമിനെല്ലാം ചോദിച്ചു തുടങ്ങിയെന്ന്. ഫോക്ക് സോങ്സ് അതായത് ഒരുപാട് ഫോക്ക് സോങ്സുകൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. സോ ആ ഒരു ഏരിയ എക്സാമിന് വേണ്ടി പഠിച്ചാൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോ രാഗണീസ് എന്ന് പറയുന്ന ഫോക്ക് സോങ് എവിടെയാണ്? രാഗണി ഹരിയാനയിലാണ് കേട്ടോ. രാഗണി എന്ന് പറയുന്ന ഫോക്ക് സോങ് ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ എവിടെയാണ്? ഹരിയാനയിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മേവാർ ഫെസ്റ്റിവൽ ഈസ് സെലിബ്രേറ്റഡ് ഡ്യൂറിംഗ് ദ ഫെസ്റ്റിവൽ അറ്റ് ഉദയ്പൂർ. ഈ മേവാർ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാ? രാജസ്ഥാനിലാണ്. അപ്പൊ ഏത് ഫെസ്റ്റിവലിന്റെ ടൈം പീരീഡില്ല? മേവാർ ഫെസ്റ്റിവൽ ഗൻഗൌറിന്റെ ടൈം പീരീഡിലാണ് കേട്ടോ. മേവാർ ഫെസ്റ്റിവൽ ഈസ് സെലിബ്രേറ്റഡ് ഡ്യൂറിംഗ് ഗൻഗൌർ ഫെസ്റ്റിവൽ അറ്റ് ഉദയ്പൂർ. ഉദയ്പൂരില് ഗൻഗൌർ ഫെസ്റ്റിവലിന്റെ ടൈം പീരീഡിലാണ് മേവാർ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഗൻഗൌർ ഫെസ്റ്റിവൽ ഏതാ? ഉദയ്പൂർ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എവിടെയാണ്? സ്റ്റേറ്റ് ഏതാണ്? രാജസ്ഥാൻ. ഉറപ്പിച്ചോ, അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവുക മേവാർ ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റ് ആണെന്നായിരിക്കും. മേവാർ ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റ് ആണ്? രാജസ്ഥാനാണ്. ഓക്കെ, മേവാർ ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റ് ആണ്? രാജസ്ഥാനാണ്. അപ്പൊ മേവാർ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഗൻഗൌർ ഫെസ്റ്റിവലിന്റെ ടൈം പീരീഡിൽ എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഓക്കെ, മേവാർ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിൽ. ഓക്കെ, മേവാർ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിൽ. ദെൻ ഇവിടെയും കണക്റ്റഡ് പറയാനില്ല. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാമേ. ഇത് നോക്കാം. വിച്ച് കൺട്രി ഈസ് ദ കച്ചിൻ മാനവ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ്? അപ്പൊ ഇവിടെ നോക്കേ, ശരിക്കും ഇന്ത്യയിലല്ല ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. 4 രാജ്യങ്ങളാണ് ഓപ്ഷൻസ്. അപ്പൊ 4 രാജ്യങ്ങളിലെ എല്ലാ ഫെസ്റ്റിവലോട് പഠിക്കുക എന്നുള്ളത് എന്തല്ല പോസിബിൾ അല്ല. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്മാർട്ട് വർക്ക് ചെയ്യുന്നത്. എക്സാമിന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതും അതുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാൻ കുറച്ച് പ്രോബിലിറ്റി ഉള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കുന്നു. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്മാർട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, കാരണം നമുക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള ഡാൻസ് ഫോംസ് തന്നെ കംപ്ലീറ്റ്ലി ഒരുപാടുണ്ട് പഠിക്കാൻ. അപ്പം അതിന് കൂടെ എല്ലാ രാജ്യങ്ങളിലെയും ഫെസ്റ്റിവൽസും ഡാൻസ് ഫോംസും പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ടോട്ടലി ഒന്ന് അനലൈസ് ചെയ്തിട്ട് അത് പഠിക്കുക. ഓക്കെ, അതായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? യൂസ്ഫുൾ ആക്കുക. ഓക്കെ, അപ്പോ കച്ചിൻ മാനവ് ഫെസ്റ്റിവൽ. അപ്പൊ കച്ചിൻ മാനവ് ഫെസ്റ്റിവൽ മ്യാൻമാർ എന്ന് കൊടുത്തു. ഓക്കെ, കച്ചിൻ മാനവ് ഫെസ്റ്റിവൽ മ്യാൻമാർ. എങ്ങനെ ഓർക്കണ്ടേ? കച്ചിൻ മാനവ് ഫെസ്റ്റിവൽ മ്യാൻമാർ എന്ന് കൊടുത്തു. ഓക്കെ, കച്ചിൻ മാനവ് ഫെസ്റ്റിവൽ മ്യാൻമാർ. ഓക്കെ, കച്ചിൻ മാനവ് ഫെസ്റ്റിവൽ മ്യാൻമാർ അങ്ങനെ തന്നെ ഓർത്തു. ഇനി മ്യാൻമാർ അല്ലേ? മ്യാൻമാർ. ഈ മ്യാൻമാറിന്റെ ലാംഗ്വേജ് എന്താണ്? ബർമീസ്. മ്യാൻമാറിന്റെ കറൻസി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. മ്യാൻമാറിന്റെ കറൻസി ക്യാറ്റ് ആണ്. ഓക്കെ, മ്യാൻമാറിന്റെ കറൻസി ഏതാണ്? ക്യാറ്റ്. മ്യാൻമാറിന്റെ കറൻസി ഏതാണ്? ക്യാറ്റ്. മ്യാൻമാറിന്റെ ക്യാപിറ്റൽ. ഓക്കെ, മ്യാൻമാറിന്റെ ക്യാപിറ്റൽ നൈപിറ്റോ ആണ് കേട്ടോ. നൈപിറ്റോ. ഓക്കെ, മ്യാൻമാറിന്റെ ക്യാപിറ്റൽ നൈപിറ്റോ. NAYPYITAW. ഓക്കെ, മ്യാൻമാറിന്റെ കറൻസി ചോദിച്ചു കഴിഞ്ഞാൽ ക്യാറ്റും മ്യാൻമാറിന്റെ ക്യാപിറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ നൈപിറ്റോയും ആണ്. ഓക്കെ, മ്യാൻമാറിന്റെ കറൻസി ക്യാറ്റും മ്യാൻമാറിന്റെ ക്യാപിറ്റൽ എന്തുവാണ്? നൈപിറ്റോയും ആണ്. ഓക്കെ, മ്യാൻമാറിന്റെ കറൻസി ക്യാറ്റ്, മ്യാൻമാറിന്റെ ക്യാപിറ്റൽ നൈപിറ്റോ. ഓക്കെ, മ്യാൻമാറിന്റെ ക്യാപിറ്റൽ നൈപിറ്റോ, മ്യാൻമാറിന്റെ കറൻസി ക്യാറ്റും ആണ്. ഓക്കെ, മ്യാൻമാറിന്റെ കറൻസി ഏതാണ്? ക്യാറ്റും മ്യാൻമാറിന്റെ ക്യാപിറ്റൽ ഏതാണ്? നൈപിറ്റോയും ആണ്. ഓക്കെ, ടെമ്പിൾസിന്റെ കൂട്ടത്തിൽ അറിയാനുള്ളത് ഗോൾഡൻ റോക്കറ്റ് ടെമ്പിൾ എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഗോൾഡൻ റോക്കറ്റ് ടെമ്പിൾ കേട്ടോ. ഓക്കെ, ഗോൾഡൻ റോക്കറ്റ് ടെമ്പിൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ മ്യാൻമാറിലാണ്. ഓക്കെ, ഒരു തവണ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതേ റോഹിംഗ്യ എന്ന് പറയുന്ന മുസ്ലിംസ്. റോഹിംഗ്യ മുസ്ലിംസ് ബിലോങ്സ് ടു വിച്ച് കൺട്രി? റോഹിംഗ്യ മുസ്ലിംസ് എവിടെയാണ്? മ്യാൻമാറിലാണ് കേട്ടോ. റോഹിംഗ്യ മുസ്ലിംസ് ഏത് രാജ്യത്തെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? റോഹിംഗ്യ മുസ്ലിംസ് എവിടെയാണ്? മ്യാൻമാറിലാണ്. പിന്നെ ഒരു തവണ ക്വസ്റ്റ്യൻ ആയി ചോദിച്ചത് ലാർജസ്റ്റ് എത്നിക് ഗ്രൂപ്പ് ഓഫ് മ്യാൻമാർ. മ്യാൻമാറിലെ ലാർജസ്റ്റ് എത്നിക് ഗ്രൂപ്പ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. ഓക്കെ, ലാർജസ്റ്റ് എത്നിക് ഗ്രൂപ്പ് ഓഫ് മ്യാൻമാർ. ഓക്കെ, മ്യാൻമാറിന്റെ ലാർജസ്റ്റ്
എത്നിക് ഗ്രൂപ്പ് ബമാർ ആണ് കേട്ടോ. ഓക്കെ, മ്യാൻമാറിന്റെ ലാർജസ്റ്റ് എത്നിക് ഗ്രൂപ്പ് ഏതാണ്? ബമാർ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാലോ. ഇത്രയും കാര്യങ്ങളും പ്രീവിയസ് ഇയറിൽ എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ ഒന്നും വേണ്ട, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ വേണ്ട എന്ന് തോന്നാം. ചിലപ്പം റോഹിംഗ്യ മുസ്ലിംസ് ഒക്കെ കേൾക്കുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് തോന്നാം. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. സോ ഒന്നുപോലും സ്കിപ്പ് ചെയ്യാതെ എന്ത് ചെയ്യുക, പഠിച്ചോളുക. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയുന്നു. കച്ചിൻ മാനവ് ഫെസ്റ്റിവൽ. ഓക്കെ, കച്ചിൻ മാനവ് ഫെസ്റ്റിവൽ എവിടെയാണ്? മ്യാൻമാറിലാണ് കേട്ടോ. കച്ചിൻ മാനവ് ഫെസ്റ്റിവൽ എവിടെയാണ്? മ്യാൻമാറിലാണ്. കച്ചിൻ മാനവ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന രാജ്യം ഏതാണ്? മ്യാൻമാർ ആണ്. അങ്ങനെയാണെങ്കിൽ മ്യാൻമാറിന്റെ കറൻസി അറിയാം, കാറ്റ്. മ്യാൻമാറിന്റെ ക്യാപിറ്റൽ അറിയാം, നൈപിറ്റോ. മ്യാൻമാറിലെ ലാർജസ്റ്റ് എത്നിക് ഗ്രൂപ്പാണ് ബമാർ. റോഹിംഗ്യ മുസ്ലിംസ് മ്യാൻമാറിലാണ്. ഗോൾഡൻ റോക്കറ്റ് ടെമ്പിൾ എവിടെയാണ്? മ്യാൻമാറിൽ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാലോ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. മുഹറം is the month of Islamic calendar and it is considered a holy month of. മുഹറം ഇസ്ലാമിക് കലണ്ടറിലെ എത്രാമത്തെ മന്ത് ആണ്? മുഹറം ഫസ്റ്റ് മന്ത് ആണ് കേട്ടോ. ഇസ്ലാമിക് കലണ്ടറിലെ ഫസ്റ്റ് മന്ത് ആണ് മുഹറം, നമുക്കറിയാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഈദുൽ ഫിത്തർ അല്ലേ? ഈദുൽ ഫിത്തർ നമുക്ക് അറിയാവുന്ന കാര്യം, ഈദുൽ ഫിത്തർ. അപ്പൊ ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ വന്നത്. നമ്മുടെ ഇസ്ലാമിക് കലണ്ടറിലെ 10th മന്ത് ആയിട്ടുള്ള ഷവ്വാൽ മന്ത്. ഓക്കെ, ഇസ്ലാമിക് കലണ്ടറിന്റെ 10th മന്ത് ആയിട്ടുള്ള ഷവ്വാൽ മന്തിന്റെ ഫസ്റ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണ്? ഓക്കെ, ഇസ്ലാമിക് കലണ്ടറിലെ 10th മാസമായ ഷവ്വാൽ മന്തിന്റെ ഫസ്റ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണ്? അത് ഈദുൽ ഫിത്തർ ആണ്. ഓക്കെ, അപ്പൊ മുഹറം ഇസ്ലാമിക് കലണ്ടറിലെ ആദ്യത്തെ മന്ത്. ഇസ്ലാമിക് കലണ്ടറിലെ 10th മന്തായ ഷവ്വാൽ മന്തിന്റെ ആദ്യത്തെ ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഇത് ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത്. അതും എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ നബിദിനം ഉണ്ടല്ലോ, അതും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. മൗലീദ് അൽ നബി ഇല്ലേ? നബിദിനം മൗലീദ് അൽ നബി. അപ്പൊ പ്രോഫറ്റ് മുഹമ്മദിന്റെ ബർത്ത്ഡേ ആണ് നമ്മൾ എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? നബിദിനമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് ഓർക്കുക. സോ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. കുബക്ഷേ ഈസ് എ കൈൻഡ് ഓഫ് സോങ്. ഞാൻ പറയുന്നതാണ് വീണ്ടും സോങ്സ്, അതുകൊണ്ട് തന്നെയാണ് കുറച്ച് സോങ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കുബക്ഷേ എന്ന് പറയുന്ന സോങ് എവിടെയാണ്? ഏത് സ്റ്റേറ്റ് ആണ്? മണിപ്പൂരാണ് കേട്ടോ. കുബക്ഷേ ഈസ് എ കൈൻഡ് ഓഫ് സോങ് എവിടത്തെയാണ്? മണിപ്പൂരിലാണ് കേട്ടോ. കുബക്ഷേ എവിടെയാണ്? മണിപ്പൂരിലെയാണ്. ഓക്കെ, where is the Birsa Munda International Hockey Stadium located? ബിർസ മുണ്ട ഇന്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം എവിടെയാണ്? ബിർസ മുണ്ട ഇന്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം ഒഡീഷയിലെ റൂർക്കേലയിലാണ് കേട്ടോ. ബിർസ മുണ്ട ഇന്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം എവിടെയാണ്? ഒഡീഷയിലെ റൂർക്കേലയിലാണ്. അതുപോലെ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ബ്രാബോൺ സ്റ്റേഡിയവും വാങ്കഡെ സ്റ്റേഡിയവും എവിടെയാ? വാങ്കഡെ സ്റ്റേഡിയം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ എവിടെയാണ്? ബ്രാബോൺ സ്റ്റേഡിയവും വാങ്കഡെ സ്റ്റേഡിയം എവിടെയാണ്? മുംബൈയിലാണ്. ബരബാട്ടി സ്റ്റേഡിയം ഒഡീഷയിലാണ് കേട്ടോ. ബ്രാബോൺ സ്റ്റേഡിയം വാങ്കഡെ സ്റ്റേഡിയം മുംബൈയിലാണ്. ബരബാട്ടി സ്റ്റേഡിയം എവിടെയാണ്? ബരബാട്ടി സ്റ്റേഡിയം ഒഡീഷയിലാണ്. ബ്രാബോൺ സ്റ്റേഡിയവും വാങ്കഡെ സ്റ്റേഡിയം മുംബൈയിലാണ്. ബരബാട്ടി സ്റ്റേഡിയം എവിടെയാണ്? ബരബാട്ടി സ്റ്റേഡിയം ഒഡീഷയിലാണ്. ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം എവിടെയാണ്? ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം കാൺപൂരാണ് കേട്ടോ. ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം എവിടെയാണ്? ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം കാൺപൂരിലാണ്. അപ്പൊ ഇത്ര ഇതിനെ ബേസ് ചെയ്ത് ഓർക്കുക. ബിർസ മുണ്ട ഇന്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം ആണെങ്കിൽ റൂർക്കേല, ബ്രാബോൺ സ്റ്റേഡിയവും വാങ്കഡെ സ്റ്റേഡിയം ആണെങ്കിൽ മുംബൈയിൽ, ബരബാട്ടി സ്റ്റേഡിയം ആണെങ്കിൽ ഒഡീഷ, ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം ആണെങ്കിലോ കാൺപൂർ. ഓക്കെ, എഗെയിൻ നമ്മൾ ഈ ഫോക്ക് മ്യൂസിക് ഉറപ്പായിട്ട് പഠിക്കണേ. ഇതെല്ലാം നോട്ട് ചെയ്ത് പഠിക്കണേ. അപ്പോ ഫോക്ക് മ്യൂസിക് ഹെക്കിയേലു എന്ന് പറയുന്ന ഫോക്ക് മ്യൂസിക് എവിടെയാണ്? അത് നാഗാലാൻഡ് ആണ് കേട്ടോ. ഓക്കെ, ഹെക്കിയേലു എന്ന് പറയുന്ന ഫോക്ക് മ്യൂസിക് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ എന്താണ്? നാഗാലാൻഡ് ആണ് കേട്ടോ. ഹെക്കിയേലു എന്ന് പറയുന്ന ഫോക്ക് മ്യൂസിക് ഏത് സ്റ്റേറ്റ് ആണ്? നാഗാലാൻഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാമേ.
ആ ഇത് ഓൾറെഡി ഇന്ന് ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻസിന് കണക്റ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ? ആദ്യം പറഞ്ഞ ക്വസ്റ്റിന് കണക്റ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൗ മെനി കൺട്രീസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ്? ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് 1951 എത്ര രാജ്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു? നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇപ്പൊ ആൻസർ പറയാൻ പറ്റൂ അല്ലേ? എത്ര രാജ്യങ്ങളാണ്? 11 ആണ് കേട്ടോ. 11 കൺട്രീസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഓക്കെ, the term banana kick is associated with which sport? banana kick എന്ന് പറഞ്ഞ ടേം എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പോ റോവേഴ്സ് കപ്പ്, ഡ്യൂറന്റ് കപ്പ്, റോവേഴ്സ് കപ്പ്, ഡ്യൂറന്റ് കപ്പ്, നിക്സൺ ഗോൾഡ് കപ്പ്, എന്നയാണ് നിക്സൺ ഗോൾഡ് കപ്പ്, സന്തോഷ് ട്രോഫി, സന്തോഷ് ട്രോഫി. ഓക്കെ, റോവേഴ്സ് കപ്പ്, ഡ്യൂറന്റ് കപ്പ്, നിക്സൺ ഗോൾഡ് കപ്പ്, സന്തോഷ് ട്രോഫി. ഇതൊക്കെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഫിഫ ഫോം ചെയ്ത വർഷം ഓർമ്മയുണ്ടാവും. എന്നായിരുന്നു ഫിഫ ഫോം ചെയ്തത്? 1904. ഫിഫ ഫോം ചെയ്ത് എവിടെയാണ്? 1904. ഫിഫയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിക്കും. എവിടെയാണ്? സൂറിച്ച്, സ്വിറ്റ്സർലൻഡ്. ഓക്കെ, ഫിഫയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? സൂറിച്ച്, സ്വിറ്റ്സർലൻഡ്. ഓക്കെ, ഫിഫ ഫോം ചെയ്യുന്നത് 1904. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? സൂറിച്ച്, സ്വിറ്റ്സർലൻഡ്. ഫിഫ എക്സ്റ്റാബ്ലിഷ് ചെയ്ത് എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. നമ്മളെ തെറ്റിക്കും. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? സൂറിച്ച്, സ്വിറ്റ്സർലൻഡ്. ഫിഫ എക്സ്റ്റാബ്ലിഷ് ചെയ്തത് എഫ് വെച്ചിട്ടാണുള്ള സ്റ്റേറ്റ് ഫ്രാൻസ്. ഫിഫ ഫ്രാൻസ്. ഓക്കെ, ഫിഫ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഫ്രാൻസും. ഫിഫ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന വർഷം എന്നാണ്? 1904. ഫിഫയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? സൂറിച്ച്, സ്വിറ്റ്സർലൻഡ്. ഇത്രയും കൂടി ഈ ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്ത് പഠിച്ചിരിക്കുക. ചന്നുലാൽ മിശ്ര ഈസ് റിലേറ്റഡ് ടു വിച്ച് മ്യൂസിക്കൽ ലീനേജ്? അപ്പൊ ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? കിരാന മ്യൂസിക് ഫാമിലിയാണ് കേട്ടോ. കിരാന മ്യൂസിക് ഫാമിലി അല്ലെങ്കിൽ കിരാന ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സൺ ആണ് ആര്? ചന്നുലാൽ മിശ്ര. ആര്? ചന്നുലാൽ മിശ്ര. ഈ കിരാന ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സാമിന് പഠിക്കേണ്ട പേരുകൾ, ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരുന്ന 4 പേരുകൾ പറഞ്ഞുതരാം. പ്രഭ ആത്രേ. ഓക്കെ, പ്രഭ ആത്രേ. ഓക്കെ, കിരാന ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കേണ്ട ആദ്യത്തെ പേര് പ്രഭ ആത്രേ. രണ്ടാമത്തെ പേര് പണ്ഡിറ്റ് ഭീംസൺ ജോഷി. രണ്ടാമത്തെ പേര് പണ്ഡിറ്റ് ഭീംസൺ ജോഷി. അപ്പൊ ആദ്യത്തെ പേര് പ്രഭ ആത്രേ, രണ്ടാമത്തെ പേര് പണ്ഡിറ്റ് ഭീംസൺ ജോഷി. ഇനി 3ഉം 4ഉം ഉണ്ട്. ഓക്കെ, ആദ്യത്തേത് പ്രഭ ആത്രേ, രണ്ടാമത്തേത് പണ്ഡിറ്റ് ഭീംസൺ ജോഷി. മൂന്നാമത്തെ പേരെന്ന് പറയുന്നത് അബ്ദുൾ കരീം ഖാൻ. മൂന്നാമത്തെ പേര് അബ്ദുൾ കരീം ഖാൻ ആണ്. അപ്പോ ഓർത്തിരിക്കേണ്ട പേരുകൾ പ്രഭ ആത്രേ, പണ്ഡിറ്റ് ഭീംസൺ ജോഷി, അബ്ദുൾ കരീം ഖാൻ. കേട്ടോ, ഏതൊക്കെയാണ്? പ്രഭ ആത്രേ, പണ്ഡിറ്റ് ഭീംസൺ ജോഷി, അബ്ദുൾ കരീം ഖാൻ. ഒരു പേരുകൂടി ഓർത്തിരിക്കാം, ശ്രീ മണിപ്രസാദ്. കേട്ടോ, ഒരുമിച്ച് അങ്ങ് പഠിച്ചു വെച്ചോ. ഇവര് 4 പേരും കിരാന ഘരാന പ്ലസ് ചന്നുലാൽ മിശ്ര. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കേണ്ട പേരുകൾ പ്രഭ, ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. പ്രഭ ആത്രേ, പണ്ഡിറ്റ് ഭീംസൺ ജോഷി, അബ്ദുൾ കരീം ഖാൻ, ശ്രീ മണിപ്രസാദ് ആൻഡ് ഓൾസോ ചന്നുലാൽ മിശ്ര. ഓക്കെ ആണോ? അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തെങ്കിലും പക്ഷെ 20 ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറേ അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ എപ്പോഴും തുടക്കത്തിൽ പറയുന്നതായിരുന്നു, ക്ലാസ് കാണുന്നതിൻ്റെ കൂടെ തന്നെ മാക്സിമം നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക. നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ഹാപ്പി ലേണിംഗ് ടു ഓൾ.